സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ തിരുവോണത്തിനേക്കാൾ തിരക്കാണ് വീട്ടിൽ ഉത്രാടത്തിന്. ഈ ഉത്രാടപ്പാച്ചിൽ എന്നൊക്കെ പറയില്ലേ, അത് തന്നെ സാധനം. എല്ലാ ഉത്രാടത്തിൻ്റെ അന്നും രാവിലെ ഞങ്ങളൊന്ന് മാനന്തവാടി ടൗൺ കാണാൻ വേണ്ടി പോവും. നമ്മുടെ മെയിൻ ടൗണാണ് കേട്ടോ മാനന്തവാടി. ഈ കുറി ഞാനും അമ്മയും അച്ഛനും അപ്പവും കൂടെയാണ് പോകുന്നത്. കാര്യം പ്രത്യേകിച്ചൊന്നുമില്ല, കുറച്ച് പൂവ് വാങ്ങിക്കണം, പിന്നെ കുറച്ച് പച്ചക്കറി വാങ്ങിക്കണം. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഇവിടെ അടുത്ത് കുറവത്ത് കിട്ടുന്നതേ ഉള്ളൂ. പക്ഷേ എന്നാലും ഈ ഉത്രാടത്തിൻ്റെ അന്ന് ആ മാനന്തവാടിത്തെ തിരക്കിലൂടെ നടക്കുമ്പോൾ ഒരു രസമാണ്, അത് പറഞ്ഞറിയിക്കാൻ വേണ്ടി പറ്റത്തില്ല. അങ്ങനെ ഏകദേശം ഒരു 11 മണിക്ക് ഞാനും അമ്മയും അപ്പവും കൂടെ യാത്രയായി മാനന്തവാടിക്ക്. നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു അരമണിക്കൂർ ദൂരമുണ്ട് മാനന്തവാടിക്ക്. ഉത്രാടത്തിൻ്റെ അന്ന് മാനന്തവാടി ചെന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ വഴി നീളെ പൂ വെച്ചിട്ടുണ്ടായിരിക്കും. ഈ തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന പൂവ് അവരിങ്ങനെ റോഡിൻ്റെ സൈഡിൽ ഇരുന്നിട്ട് വിൽക്കും. കുറച്ച് ആൾക്കാരിങ്ങനെ വെറുതെ റോഡിൻ്റെ സൈഡിൽ ഇരുന്നിട്ട് വിൽക്കും. പിന്നെ കുറച്ച് ആൾക്കാരിങ്ങനെ ഷെഡ് പോലെ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ കയറി ഇരുന്നിട്ട് വിൽക്കും. അതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ മലയാളീസ് ഉണ്ട് കേട്ടോ, അവരൊക്കെ ഒഴിവാക്കാൻ വേണ്ടി പറ്റത്തില്ല. പക്ഷേ ഇത്തവണ പൂവിന് കഴിഞ്ഞ കൊല്ലത്തേക്കാളും എത്രയോ പൈസ കൂടുതലാണ്. ഏകദേശം വെന്തിപ്പൂവിന് പറഞ്ഞത് ആ ഓറഞ്ച് കളറുള്ള ഇതിന് 1 കിലോയ്ക്ക് 100 രൂപയാണ്. മറ്റേ മഞ്ഞേൻ്റെ കാര്യം പറയണ്ട, അത് ഡബിൾ ഇരട്ടിയാണ്. 200 രൂപയാണ് 1 കിലോൻ്റെ റേറ്റ് പറഞ്ഞത്. പിന്നെ ബാക്കിയുള്ള പൂക്കളുടെ കാര്യം നോക്കുകയാണെങ്കിൽ 100 ഗ്രാമിന് 60 രൂപ. എന്തായാലേ പൂവിൻ്റെയൊക്കെ പൈസ. പിന്നെ നിങ്ങൾ വിചാരിക്കും ഇതിനകത്ത് പൂ വാങ്ങിക്കുന്ന വീഡിയോ ഒന്നും ഇല്ലെന്ന്. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വീഡിയോ എടുത്തിട്ടില്ല. കാരണം എന്താണെന്നറിയോ, ഈ പൂ വാങ്ങിക്കാൻ പോകുമ്പോഴത്തേക്ക് ഞാൻ വീഡിയോ എടുക്കുന്ന കാര്യമൊക്കെ മറന്നു പോകും. 2-3 കടകളിലൊക്കെ കയറിയിട്ട് ഇല്ലെങ്കിൽ 2-3 ആൾക്കാരോടൊക്കെ ചോദിച്ചിട്ട് പൂവിൻ്റെ വിലയും കാര്യങ്ങളൊക്കെ നോക്കി. ഏകദേശം എല്ലായിടത്തും ഒരേ റേറ്റാണെന്ന് തോന്നിയപ്പോൾ നമുക്ക് ആദ്യം കയറിയ കട ഏറ്റവും നല്ലതെന്ന് തോന്നി. അവിടുന്ന് തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള പൂക്കളൊക്കെ വാങ്ങിച്ചു. പിന്നെ പൂ വാങ്ങിച്ചു കഴിഞ്ഞതിന് ശേഷം പിന്നെ പച്ചക്കറി വാങ്ങിക്കാനാണ് പോയത്. അതിൻ്റെ ഒന്നും വീഡിയോ ഇല്ല, കാരണം നല്ല മഴയായിരുന്നു. മഴ എന്ന് പറഞ്ഞിട്ട് നല്ല അസലായിട്ടുള്ള മഴ കാരണം ക്യാമറ പുറത്തെടുക്കാനും വേണ്ടി പറ്റത്തില്ല. പിന്നെ ഞാൻ എൻ്റെ ഫോൺ ഉപയോഗിച്ചിട്ട് വരുന്ന വഴിക്ക് കാറിൻ്റെ ഗ്ലാസ്സിലൂടെ ടൗണിൻ്റെ വീഡിയോ കുറച്ച് എടുത്തിട്ടുണ്ട്. എന്തായാലും ടൗണിൽ വന്നതല്ലേ, എന്തെങ്കിലും കിടക്കണ്ടേ. പിന്നെ വീട്ടിലെത്തിയിട്ട് പൂവൊക്കെ ഞാനും അമ്മയും കൂടെ കുടഞ്ഞിട്ടു. എടുത്തിക്കഴിഞ്ഞപ്പോൾ കുറേ പൂവുണ്ടേ. പിന്നെ കുറച്ച് പൂക്ക് നമ്മൾ ഏകദേശം ഒരു 1000 രൂപേൻ്റെ അടുത്തേക്ക് പൂ വാങ്ങിച്ചിട്ടുണ്ട്. വാങ്ങിച്ചതിൽ കുറച്ച് പൂ നമ്മൾ താഴെ വീട്ടിലേക്കും കൊടുത്തു, അമ്മേൻ്റെ വീട്ടിലേക്ക്.